ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. ഏകദേശം 300 ഗ്രാം ഇഞ്ചി ഞാൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 10 ചെറിയ ഉള്ളിയുണ്ട്. ഒരു നാരങ്ങ വലിപ്പം പുളി പിഴിഞ്ഞെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിക്ക് പിഴിഞ്ഞെടുക്കണം. വെജിറ്റബിൾ ചോപ്പറിൽ ഇതുപോലെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം 2 കപ്പ് ഇഞ്ചി ഉണ്ട്. 2 കപ്പ് ഇഞ്ചിക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി, അതാണ് എൻ്റെ കണക്ക്. 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തയക്കാനും ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് എണ്ണ, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇഞ്ചി വറുക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാനും അടിക്ക് പിടിക്കാതിരിക്കാനും കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് മൂപ്പിച്ചും എടുക്കാവുന്നതാണ്. സാധാരണ ഓണത്തിനായാലും അല്ലാതെ ആയാലും സദ്യ ഉണ്ടാക്കുമ്പോൾ അച്ചാറുകൾ നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനാണ് കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരുന്നത്. ഇതുപോലെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇഞ്ചി ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇഞ്ചി ഏകദേശം 60% മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ ഉള്ളി കൂടി ചേർക്കാം. രണ്ടും ഒരുമിച്ച് ചേർത്താൽ ഉള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇഞ്ചി വറുക്കാൻ തുടങ്ങുമ്പോൾ ഇഞ്ചിയിലെ ജലാംശം കുറയുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലും ഫ്രൈ ചെയ്യാം. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശർക്കര അവസാനം ചേർക്കാറുണ്ട്. ഞങ്ങൾ ശർക്കര ചേർക്കാറില്ല. ഇഞ്ചിയുടെ ഒരു കടുപ്പവും എരിവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. എല്ലാവരും ശർക്കര ചേർക്കുന്നത് കണ്ടിട്ട് തിരുവനന്തപുരത്തുള്ളവരും ഇപ്പോൾ ശർക്കര ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ചേർക്കാറേ ഇല്ല. ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ കുറച്ച് 5 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് കുറച്ചുകൂടി മൂത്ത് കിട്ടും. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിന് നല്ല ചൂടുണ്ട്. ഇതിലിരുന്ന് തന്നെ കുറച്ചുകൂടി നിറം മാറി കിട്ടും. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഫ്രൈ പാനിന് ഇപ്പോഴും നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇതിലിട്ട് തന്നെ നല്ലതുപോലെ ചൂടാക്കി എടുക്കാം. പൊടി കരിഞ്ഞു പോയാലും ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഇത്രയും മതി. നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, തരിതരിപ്പായി തന്നെ കിട്ടണം. അതാണ് കറിക്ക് ടേസ്റ്റ്. എല്ലാം ജാറിലിട്ടതിന് ശേഷം മിക്സി ഓണാക്കി ഓഫാക്കുക. അങ്ങനെ 2 പ്രാവശ്യം. കുഴമ്പ് പോലെ അരച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് തരിതരിയായിട്ട് കറി വയ്ക്കുമ്പോഴാണ് ഇഞ്ചിയുടെ മണവും രുചിയും ശരിക്കും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയും മതി. ഇതുപോലെ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചിരുന്നാൽ കടുക് താളിച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് ഇതിൽ നിന്ന് 2 സ്പൂണോ ആവശ്യത്തിനോ ചേർത്ത് മിക്സ് ചെയ്ത് എണ്ണ തെളിയുമ്പോൾ എടുക്കാവുന്നതാണ്. അത് ഒരു രീതി. ഇപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയാണ്. സാധാരണ കടുക് താളിക്കുന്നത് പോലെ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ആദ്യം ഇഞ്ചിയും ഉള്ളിയും വറുത്ത സമയത്ത് ചേർക്കാവുന്നതാണ്. പക്ഷേ അത് അരച്ചെടുക്കുമ്പോൾ എരിവ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇഞ്ചി വറുത്തെടുക്കാനും താളിക്കാനും വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലായിരിക്കണം. പച്ചമുളക് നല്ലതുപോലെ മൂത്ത് വരട്ടെ, കരിഞ്ഞു പോകരുത്.
പച്ചമുളക് നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂണിന് താഴെ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം കുപ്പികളിൽ സൂക്ഷിക്കാവുന്നതാണ്. അതും വേറൊരു രീതി. ഇങ്ങനെ സൂക്ഷിക്കുന്നതിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പുളിവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എണ്ണ തെളിയുമ്പോൾ കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ഇതിൽ ഞാൻ കട്ടിക്ക് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വറ്റിയതിന് ശേഷം നേരത്തെ പൊടിച്ചു വെച്ച ഇഞ്ചി കൂടി ചേർത്ത് നല്ലതുപോലെ കുറുക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായാലും വിദേശത്ത് കൊടുത്തയക്കാനായാലും കുട്ടികൾക്ക് കൊണ്ടുപോകാനായാലും ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം 2 ടീസ്പൂൺ പൊടിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്തതിന് ശേഷം എണ്ണ തെളിയുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്ന സൂപ്പർ ഇഞ്ചിക്കറി റെഡിയാണ്. പുളിവെള്ളം നല്ലതുപോലെ വറ്റി കുറുകി വരണം. ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെ ഉലുവപ്പൊടി കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഉലുവപ്പൊടി ഇപ്പോഴാണ് ചേർക്കുന്നത്. നേരത്തെ എണ്ണയിൽ ചേർക്കുമ്പോൾ വറുത്ത് പൊടിച്ചതാണ്. വീണ്ടും അതൊന്നുകൂടി മൂത്ത് പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. സാധാരണ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന അത്ര സമയമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഇതുപോലെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ കൂട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് 2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുമ്പോൾ തന്നെ 10 പേർക്ക് വിളമ്പാനുള്ള ഇഞ്ചിക്കറി ഉണ്ടാവും. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ മതി. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരും. വളരെ കുറച്ച് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാം. നേരത്തെ പുളിവെള്ളം ചേർത്ത് ഇഞ്ചി കുഴമ്പ് പോലെ ആക്കിയെടുത്ത സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിരുന്നു. അത് ഇതിൽ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നോക്കിയതിന് ശേഷം ചേർക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം പാകമാണ്. ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് കുറയുമ്പോൾ കുറച്ചുകൂടി എണ്ണ തെളിഞ്ഞു വരും. കറി കുറച്ചുകൂടി കുറുകിയും വരും. ബാക്കി വന്ന ഇഞ്ചിക്കൂട്ട് ഇതുപോലെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് വെച്ചിരുന്നാലും 1 മാസത്തോളം കേടാകാതെ ഇരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് ഇഞ്ചിക്കറി വയ്ക്കാൻ ഇപ്പോഴേ സമയമുള്ളപ്പോൾ ഇതുപോലെ റെഡിയാക്കി വയ്ക്കും. ജോലി എളുപ്പമാകും. 1000 കറികൾക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിക്ക് വില കുറവുള്ള സമയത്തും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്.